നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ്. കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുന്ന മഹിളാ കോൺഗ്രസ് നേതാക്കളെ കോൺഗ്രസ് പുറത്താക്കി. ചൂണ്ടൽ പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുന്ന വിമത സ്ഥാനാർത്ഥികളായ റുബീന അൻവർ, TK കൊച്ച എന്നിവരെയാണ് 6 വർഷത്തേക്ക് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള കുതിച്ചുചാട്ടത്തിന്റെ തുടക്കമായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് KPCC മുൻ പ്രസിഡന്റ് VM സുധീരൻ. ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെന്നും ജനവികാരം UDFന് അനുകൂലമെന്നും സുധീരൻ. തൃത്താലയിൽ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന 4 വയസ്സുകാരന് തെരുവ് നായയുടെ കടിയേറ്റു. കുട്ടിക്ക് മുഖത്ത് ഗുരുതര പരിക്ക്. പ്രദേശത്ത് വെച്ച് മറ്റു 2 പേർക്കും കടിയേറ്റു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏകാദശിയുടെ ഭാഗമായ സപ്തമി വിളക്ക് തെളിഞ്ഞു. അഷ്ടമി വിളക്കായി വെള്ളിയാഴ്ച മുതൽ സ്വർണ്ണക്കോലം എഴുന്നള്ളിച്ചു തുടങ്ങും. വാർത്തകൾ വിശദമായി. ആദ്യം തെരഞ്ഞെടുപ്പ് വിശേഷം. കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുന്ന മഹിളാ കോൺഗ്രസ് നേതാക്കളെ കോൺഗ്രസ് പുറത്താക്കി. ചൂണ്ടൽ പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുന്ന വിമത സ്ഥാനാർത്ഥികളായ റുബീന അൻവർ, TK കൊച്ച എന്നിവരെയാണ് 6 വർഷത്തേക്ക് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത്. പഞ്ചായത്തിലെ 6ാം വാർഡ് കേച്ചേരി നോർത്തിൽ നിന്നാണ് മഹിളാ കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് റൂബിന അൻവർ മത്സരിക്കുന്നത്. ഇവിടെ മുസ്ലിം ലീഗിലെ അനുഷ ഷാഫിറാണ് UDFന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി. ഇവർക്കെതിരായാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി റുബീന മത്സരത്തിനിറങ്ങിയിട്ടുള്ളത്. 13ാം വാർഡ് എരനല്ലൂരിലാണ് മഹിളാ കോൺഗ്രസ് നേതാവും ദളിത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയുമായ TK കൊച്ച കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയുമായ അശ്വതി സുധീറിനെതിരെ മത്സരത്തിനിറങ്ങിയിട്ടുള്ളത്. അരനൂറ്റാണ്ടിലേറെയായി കോൺഗ്രസിനായി പ്രവർത്തിക്കുന്ന കൊച്ച പാർട്ടിയുടെ ഔദ്യോഗിക തീരുമാനത്തിനെതിരായി പ്രവർത്തിക്കുകയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പുറത്താക്കുന്നതിന് തീരുമാനിച്ചത്. പാർട്ടി അച്ചടക്കം ലംഘിക്കുകയും ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കാനിറങ്ങിയതുമാണ് TK കൊച്ചിയെയും റൂബിന അൻവറിനെയും 6 വർഷത്തേക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതെന്ന് കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് RM ബഷീർ പറഞ്ഞു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്കെതിരെ വിമത സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന 6ാം വാർഡിൽ റുബീന അൻവർ, അതുപോലെ 13ാം വാർഡിൽ TK കൊച്ച എന്നിവരെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ കോൺഗ്രസിൽ നിന്നും 6 വർഷത്തേക്ക് പുറത്താക്കിയതായി അറിയിക്കുന്നു. ഇവർ പാർട്ടി അച്ചടക്കം ലംഘിക്കുകയും പാർട്ടി എടുത്ത തീരുമാനങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ പേരിലാണ് ഈ മഹിളാ കോൺഗ്രസ് നേതാക്കളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളത്. മണ്ഡലം കമ്മിറ്റിയുടെ നിർദ്ദേശം അംഗീകരിച്ച് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റാണ് ഇരുവരെയും കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള കുതിച്ചുചാട്ടത്തിന്റെ തുടക്കമായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് KPCC മുൻ പ്രസിഡന്റ് VM സുധീരൻ. കണ്ടാണശ്ശേരിയിൽ UDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത ശേഷം CCTVയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ തെരഞ്ഞെടുപ്പിൽ ജനവികാരം UDFന് അനുകൂലമാണ്. ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. മഹാഭൂരിപക്ഷം വരുന്ന ത്രിതല പഞ്ചായത്ത് നഗരസഭാ സംവിധാനത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാതെ അതിന്റെ മൂല്യം പോലും തകർത്തുകളഞ്ഞ CPM നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദുർഭരണത്തിനെതിരെയും BJPയുടെ ദുർഭരണത്തിനെതിരെയും ശക്തമായ ജനവികാരം ഉയരുന്നുണ്ട്. സംസ്ഥാനത്തിലും കേന്ദ്രത്തിലും മാറ്റം ഉണ്ടാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും വലിയ രാഷ്ട്രീയ മാറ്റത്തിനുള്ള നല്ലൊരു മുന്നേറ്റത്തിന് ഏറ്റവും ആവേശകരമായ തുടക്കമാണ് പഞ്ചായത്ത് നഗരസഭാ തെരഞ്ഞെടുപ്പെന്നും സുധീരൻ കൂട്ടിച്ചേർത്തു. ഈ തെരഞ്ഞെടുപ്പിൽ ജനവികാരം UDFന് അനുകൂലമാണ്. ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു. മഹാഭൂരിപക്ഷം വരുന്ന ത്രിതല പഞ്ചായത്ത് നഗരസഭാ സംവിധാനത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാത്ത, അധികാര വികേന്ദ്രീകരണത്തിന്റെ അന്തസത്ത പോലും തകർത്ത് കളഞ്ഞ CPM നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദുർഭരണത്തിനെതിരെ, അതുപോലെ BJPയുടെ ദുർഭരണത്തിനെതിരെ ശക്തമായൊരു വികാരം
ജനമനസ്സിൽ ഉയർന്നിട്ടുണ്ട്. സംസ്ഥാനത്തൊരു മാറ്റമുണ്ടാകണം, കേന്ദ്രത്തിലൊരു മാറ്റമുണ്ടാകണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. വലിയൊരു മാറ്റത്തിന് വേണ്ടിയുള്ള, രാഷ്ട്രീയ മാറ്റത്തിന് വേണ്ടിയുള്ള നല്ലൊരു മുന്നേറ്റത്തിൻ്റെ ഏറ്റവും ആവേശകരമായ തുടക്കമാണ് ഈ പഞ്ചായത്ത്, നഗരപാലിക, നഗരസഭ തെരഞ്ഞെടുപ്പ്. സംസ്ഥാന ഭരണത്തിലേക്കുള്ള ഒരു കുതിച്ചുചാട്ടത്തിന്റെ തുടക്കം. ഈ രാഹുൽ മാങ്കൂട്ടം ഈ പ്രചരണത്തിന് നടക്കുന്നതിനെ സംബന്ധിച്ച് അതല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനോ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഗുരുവായൂർ നഗരസഭയിലെ 2 വാർഡുകളിലെ പോരാട്ടം കീഴ്ശാന്തി കുടുംബത്തിൽ നിന്നുള്ളവർ തമ്മിലാണ്. കീഴ്ശാന്തി കുടുംബത്തിൽ നിന്നും 6 പേരാണ് ഇത്തവണ മത്സര രംഗത്തുള്ളത്. ഗുരുവായൂർ ക്ഷേത്രം കീഴ്ശാന്തി കുടുംബമായ തേലമ്പറ്റ മനയിൽ നിന്ന് 4 പേരാണ് മത്സരിക്കുന്നത്. ഇവർ 4 പേരും BJP സ്ഥാനാർത്ഥികളാണ്. BJP മണ്ഡലം സെക്രട്ടറിയും മുൻ കൌൺസിലറുമായ തേലമ്പറ്റ വാസുദേവൻ നമ്പൂതിരി ചാമുണ്ടേശ്വരി വാർഡിലാണ് മത്സരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ സഹോദരിയും ഗുരുവായൂർ ക്ഷേത്രം വാർഡിനെ തുടർച്ചയായി 3 തവണ പ്രതിനിധീകരിച്ച കൌൺസിലറുമായ ശോഭ ഹരിനാരായണൻ ഗുരുഭവനപുരി വാർഡിലെ സ്ഥാനാർത്ഥിയാണ്. വാസുദേവന്റെ മകൻ ഉണ്ണികൃഷ്ണൻ പാലയൂർ വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് ജനവിധി തേടുന്നത്. ക്ഷേത്രം കീഴ്ശാന്തി കുടുംബമായ മൂത്തേടത്ത് മനയിലെ നാരായണൻ നമ്പൂതിരിയാണ് ഇവിടുത്തെ BJP സ്ഥാനാർത്ഥി. 2 കീഴ്ശാന്തിമാരാണ് ഈ വാർഡിൽ ഏറ്റുമുട്ടുന്നത്. ഉണ്ണികൃഷ്ണന്റെ ഭാര്യ കൃഷ്ണപ്രിയ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മഞ്ജുളാൽ വാർഡിൽ LDF സ്ഥാനാർത്ഥി ചെറുതയൂർ മനയിലെ മായ ഉണ്ണികൃഷ്ണനും കീഴ്ശാന്തി കുടുംബമാണ്. കുന്നംകുളം നഗരസഭാതല UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ടൗൺ ഹാളിൽ ചേർന്നു. KPCC ജനറൽ സെക്രട്ടറി അജയ് മോഹനൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. KPCC ജനറൽ സെക്രട്ടറി O. അബ്ദുറഹ്മാൻകുട്ടി മുഖ്യാതിഥിയായി. അഡ്വക്കേറ്റ് CB രാജീവ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CMP നേതാവ് PRN നമ്പീശൻ, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ CT പോൾ, ജില്ലാ UDF കൺവീനർ ഗിരിജാവല്ലഭൻ, ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിൽ നഗരസഭയിലെ 39 വാർഡുകളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി. UDF അധികാരത്തിൽ വരികയാണെങ്കിൽ നടപ്പിലാക്കുന്ന പദ്ധതികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രകടന പത്രികയും പുറത്തിറക്കി. തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്നതിനുവേണ്ടി അഡ്വക്കേറ്റ് CB രാജീവ് ചെയർമാനായും നെൽസൺ ഐപ്പ് ഫൈനാൻസ് ചെയർമാനായുമുള്ള കമ്മിറ്റിയെ കൺവെൻഷനിൽ തെരഞ്ഞെടുത്തു. കുന്നംകുളത്ത് സാന്നിധ്യം ശക്തമാക്കാൻ RMP 6 വാർഡുകളിലാണ് RMP മത്സരിക്കുന്നത്. പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നഗരസഭാതല തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചേർന്നു. RMPI ജില്ലാ കമ്മിറ്റി അംഗവും എഴുത്തുകാരനുമായ മോജിദ മോഹൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. TK തമ്പി അധ്യക്ഷനായി. നഗരസഭയിൽ RMPIയുടെ 6 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം ശശിധരൻ സ്ഥാനാർത്ഥികളെ ഹാരമണിയിച്ച് സ്വീകരിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം EK അനിൽ, ജില്ലാ കമ്മിറ്റി അംഗവും നിലവിൽ കൗൺസിലറുമായ ബീന രവി, സന്ദീപ് ചന്ദ്രൻ, ജില്ലാ കമ്മിറ്റി അംഗം ബാലചന്ദ്രൻ, ഏരിയ പ്രസിഡന്റ് കൃഷ്ണകുമാർ, സ്ഥാനാർത്ഥികളായ 4-ാം വാർഡ് കീഴൂർ ഈസ്റ്റിൽ നിന്നും മത്സരിക്കുന്ന ധനേഷ്, 8-ാം വാർഡിൽ മത്സരിക്കുന്ന ഷാജു, 9-ാം വാർഡിൽ മത്സരിക്കുന്ന ബിനീഷ്, 10-ാം വാർഡിൽ മത്സരിക്കുന്ന റീജ സലീൽ, 12-ാം വാർഡിൽ മത്സരിക്കുന്ന സുരേഷ്, 13-ാം വാർഡിൽ മത്സരിക്കുന്ന സോമൻ ചെറുകുന്ന് എന്നിവർ സംസാരിച്ചു. തിരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നതിനുവേണ്ടി EK അനിൽ ചെയർമാനും TK തമ്പി കൺവീനറും കൃഷ്ണകുമാർ ട്രഷററും ബാലചന്ദ്രൻ, ബീന രവി, ലിജോ, അനീഷ് എന്നിവർ അംഗങ്ങളുമായ സമിതി പ്രവർത്തിക്കുന്നുണ്ട്. മുന്നണികളുടെയോ കക്ഷികളുടെയോ പിന്തുണയില്ലാതെ മുൻവർഷങ്ങളിലെ പോലെ തനിച്ചാണ് RMPI മത്സരിക്കുന്നത്. സംസ്ഥാനതലത്തിൽ RMP UDFുമായി സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നതെങ്കിലും കുന്നംകുളത്ത് ആ ധാരണ നടപ്പിലായിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ പൊതുവെ വിശേഷിപ്പിച്ചു വരുന്ന പ്രയോഗമുണ്ട്, ഇതൊരു ജനാധിപത്യ പോരാട്ടമാണ്. പക്ഷെ ഇന്ന് ജനാധിപത്യത്തെക്കാൾ ഉപരിയായി മറ്റു പല ഘടകങ്ങൾ, പണം, മൂലധനം ഉൾപ്പെടെയുള്ള മറ്റു പല ഘടകങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു പ്രക്രിയയായി തെരഞ്ഞെടുപ്പ് മാറിക്കഴിഞ്ഞിട്ടുണ്ട്.
ചാവക്കാട് തിരുവത്ര കുഞ്ചേരി 4-ാം വാർഡിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് ഫ്ലെക്സ് ബോർഡ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. ബി.ജെ.പി. സ്ഥാനാർത്ഥി ഷർമിള ഗണേഷിന്റെ ഫ്ലെക്സ് ബോർഡാണ് നശിപ്പിച്ചത്. സംഭവത്തിൽ ബി.ജെ.പി. 4-ാം വാർഡ് കമ്മിറ്റി പ്രതിഷേധിച്ചു. ടി.ബി. സലീഷ്, ടി.ആർ. ഗണേശൻ, ടി.എൻ. മോഹനൻ, എം.ഡി. ദിവാകരൻ, ടി.എൻ. വിജയൻ എന്നിവർ സംസാരിച്ചു. നമ്മുടെ വാർഡിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഏകോദര സഹോദരന്മാരെ പോലെ ഇവിടുത്തെ എല്ലാ പാർട്ടിയിൽപ്പെട്ടവരും കൂടിയിട്ട് നടത്തുന്ന ഒരു ക്ലബ്ബുണ്ട്, യുവസാരഥി എന്ന് പറയുന്ന. അതിലും അതേപോലെ തന്നെ തോളോട് തോൾ ചേർന്ന് നിന്നിട്ടാണ് ഞങ്ങളെല്ലാവരും പ്രവർത്തിക്കാറ്. അങ്ങനത്തെ ഈ ഒരു നാട്ടിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായതിൽ വളരെയധികം വിഷമമുണ്ട്. നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ ഭാരതം മുഴുവൻ പന്തലിക്കുമ്പോൾ നാം മാത്രം എന്തിനു മാറി നിൽക്കണം എന്ന ഒരു ചിന്ത ഈ വാർഡിലും വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു മാനസിക വിഷമമായിരിക്കും ചിലപ്പോൾ ഇവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണം സാങ്കേതിക വിദ്യയിലേക്ക് വഴിമാറുമ്പോഴും പരമ്പരാഗത രീതികൾ അവലംബിക്കുന്നവരും കുറവല്ല. കോടതി നിയന്ത്രണം ഉള്ളതിനാൽ ഫ്ലെക്സുകൾ കുറഞ്ഞെങ്കിലും ചുവരെഴുത്തുകൾ ഇപ്പോഴും സജീവമാണ്. മേഖലയിൽ ഫ്ലക്സ് ബോർഡുകൾക്കൊപ്പം ചുവരുകളിൽ തിരഞ്ഞെടുപ്പ് വർണ്ണങ്ങളും നിറയുകയാണ്. പൊടിപിടിച്ചും ചെളിയും കാടും കയറിക്കിടന്നിരുന്ന മതിലുകളിൽ തിരഞ്ഞെടുപ്പ് വർണ്ണങ്ങൾ ചാലിച്ചപ്പോൾ പ്രചരണാവേശത്തിന് തിളക്കം കൂടി. ഇതോടെ പ്രചാരണത്തിൽ ചുവരെഴുത്തുകളും ശ്രദ്ധ നേടുകയാണ്. അരിവാൾ ചുറ്റിക നക്ഷത്രവും കൈപ്പത്തിയും താമരയുമെല്ലാം യഥേഷ്ടം ഇടം പിടിച്ചിട്ടുണ്ട്. നാമനിർദ്ദേശ പത്രിക നൽകുന്നതിന് മുമ്പ് തന്നെ പലരും മതിലുകൾ ബുക്ക് ചെയ്തിരുന്നു. തുടർന്ന് ചിഹ്നവും വരച്ചു. ശരിക്ക് ഇതിനൊരു പ്രൊഫഷൻ തന്നെ ഉണ്ട്. ഇപ്പോൾ തൃശ്ശൂരൊക്കെ കേന്ദ്രീകരിച്ചിട്ടും കുന്നോളത്ത് കേന്ദ്രീകരിച്ചിട്ടും നിരവധി ആൾക്കാർ ഈ വെറും ചുമരെഴുത്ത് മാത്രമായിട്ട് വരക്കുന്ന കലാകാരന്മാരുണ്ട്. നമുക്ക് നേരിട്ട് അറിയാവുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവർക്ക് പറയുമ്പോൾ അതൊരു പ്രൊഫഷനാണ്. പാർട്ടിക്കാരെ സംബന്ധിച്ച് പ്രൊഫഷനേക്കാൾ ഉപരിയായിട്ട് അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു കലയെ വീണ്ടും ഒന്ന് പൊടിതട്ടിയെടുത്തിട്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അവരുടെ പ്രസ്ഥാനങ്ങൾക്ക് പ്രചരണത്തിന് മികവുറ്റതാക്കുക എന്നുള്ളത് അത് അവരെ സംബന്ധിച്ചൊരു വലിയ ഒരു ഡെഡിക്കേഷൻ കൂടിയിട്ടാണ്. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ അവരുടെ പേരുകൾ ചേർത്തതോടെ മിഷൻ സക്സസ് ആയി. രാവും പകലുമില്ലാതെ ചുവരുകളിൽ വർണ്ണമഴ തീർക്കുന്ന പെയിന്റിംഗ് കലാകാരന്മാർക്ക് ഈ തിരഞ്ഞെടുപ്പ് കാലം ഉണർവേകി. ഫ്ലക്സ് ബോർഡുകളുടെ വരവ് ഈ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന കലാകാരന്മാരെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. എന്നാൽ ബോർഡുകൾക്കും നവമാധ്യമങ്ങൾക്കുമൊപ്പം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുവരെഴുത്തുകളും സ്ഥാനം പിടിച്ചത് ഇവർക്ക് ആശ്വാസമായി. തെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആദ്യം ഉണ്ടാകുന്ന ഒരു പ്രചരണത്തിൻ്റെ രീതിയാണ് ഈ ചുമരെഴുത്തുകൾ. അപ്പോൾ കാണുന്ന സ്ഥലങ്ങളൊക്കെ വൈറ്റ് വാഷ് ചെയ്യുക, അത് എഴുതുക എന്നുള്ളത് നമ്മൾ വളരെ മുന്നേ തന്നെ തെരഞ്ഞെടുപ്പുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു പ്രചരണത്തിൻ്റെ ഒരു രീതിയാണ്. പക്ഷെ ഇപ്പം നമ്മളത് ഈ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം അതിൻ്റെയൊക്കെ കൂടുതലായതുകൊണ്ട് അതിനൊക്കെ കുറച്ച് പുറകിലേക്ക് വന്നു എന്നുള്ളൊരു ധാരണ പൊതുവിലുണ്ട്. പക്ഷെ എന്നാലും ഈ തെരഞ്ഞെടുപ്പെന്ന് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രചരണം ഈ ചുമരെഴുത്തുകൾ തന്നെയാണ്. പ്രചരണത്തിന് കുറഞ്ഞ സമയം മാത്രം ലഭിക്കുന്നതിനാൽ അതിവേഗം ചുവരുകളിലെ പരസ്യമെഴുത്തുകൾ പൂർത്തീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് പെയിന്റിംഗ് തൊഴിലാളികളും ഇവർക്ക് പിന്തുണ നൽകുന്ന രാഷ്ട്രീയ പാർട്ടി നേതൃത്വവും. അതിദരിദ്രരില്ലാത്ത സംസ്ഥാനം എന്ന സർക്കാർ പ്രഖ്യാപനം പ്രഹസനം മാത്രമെന്ന് കെ.പി.സി.സി. ജനറൽ സെക്രട്ടറി ഒ. അബ്ദുൾ റഹ്മാൻ കുട്ടി പറഞ്ഞു. യു.ഡി.എഫ്. കടവല്ലൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടന്നു എന്നാണ് അവകാശപ്പെടുന്നത്. ഞാനതിലേക്കൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. യഥാർത്ഥത്തിൽ അധികാരത്തിൽ വരേണ്ടവരെ അധികാരത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇപ്പോ ഭരണകൂടം ശ്രമിക്കുന്നത്. അവർക്കറിയാം ജനവികാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും പിണറായി വിജയനും ഈ ഭരണകൂടത്തിനും എതിരാണ് എന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. കൊരട്ടിക്കരയിൽ സജ്ജമാക്കിയ എം.പി. നഗറിൽ നടന്ന കൺവെൻഷനിൽ യു.ഡി.എഫ്. കടവല്ലൂർ പഞ്ചായത്ത് ചെയർമാൻ പി.കെ. ദേവദാസ് അധ്യക്ഷത വഹിച്ചു.
മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം CK യൂസഫ് മുഖ്യപ്രഭാഷണം നടത്തി. UDF നേതാക്കളായ ജോസഫ് ചാലിശ്ശേരി, TS അജിത്ത്, ബിജോയ് ബാബു, അമ്പലപ്പാട്ട് മണികണ്ഠൻ, സുരേഷ് മമ്പറമ്പിൽ, ഉസ്മാൻ കല്ലാട്ടയിൽ, NK അലി, അബു മുസ്ലിയാർ, K വിശ്വംഭരൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന MS മണികണ്ഠൻ, ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന MM മഹേഷ്, നാസർ കടവല്ലൂർ, ദീപ ശിവകുമാർ എന്നിവരെയും പഞ്ചായത്തിലെ 22 സ്ഥാനാർത്ഥികളെയും ഷാൾ അണിയിച്ച് കൺവെൻഷനിൽ പരിചയപ്പെടുത്തി. യോഗത്തിന് അബു മുസ്ലിയാർ സ്വാഗതവും അബ്ദുറഹ്മാൻ പടിഞ്ഞാക്കര നന്ദിയും പറഞ്ഞു. ചാവക്കാട് നഗരസഭ 6ാം വാർഡ് LDF സ്ഥാനാർത്ഥി ഷബ്ന ഫസലുവിന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ സ്കൂട്ടറിൽ നിന്നും വീണ് പരിക്കേറ്റു. ചാവക്കാട് പോലീസ് സ്റ്റേഷന് പിറകുവശം റോഡിൽ വെച്ച പൂച്ച കുറുകെ ചാടിയതാണ് അപകടത്തിനിടയാക്കിയത്. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഷബ്ന ആശുപത്രി വിട്ടു. 3 ദിവസത്തെ വിശ്രമവും നിരീക്ഷണവും ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇനി ദേശചരിതം. മൂന്ന് ജില്ലകളുടെ അതിർത്തി പങ്കിടുന്നുവെന്ന പ്രത്യേകതയുള്ള തദ്ദേശ സ്ഥാപനമാണ് ചാലിശ്ശേരി. ഒപ്പത്തിനൊപ്പം എന്ന നിലയിൽ വന്നെങ്കിലും സീറ്റ് നിലയിലെ തലപ്പൊക്കം UDFനെ കഴിഞ്ഞ 3 തവണയും ഭരണത്തിലെത്തിച്ചു. എന്നാൽ ഇക്കുറി എന്ത് വില കൊടുത്തും ഭരണത്തിലെത്താൻ LDFും നിലനിർത്താൻ UDFും കരുത്ത് തെളിയിക്കാൻ BJPയും ജീവൻ മരണ പോരാട്ടത്തിലാണ്. രാഷ്ട്രീയത്തിലുപരി പഞ്ചായത്തിന്റെ പ്രത്യേകതകൾ, ഫുട്ബോൾ, പ്രസിദ്ധമായ ചാലിശ്ശേരി പൂരം, കൃഷി എന്നിവയോടുള്ള ജനങ്ങളുടെ ഇഷ്ടമാണ്. പാലക്കാടിന്റെ കൃഷി പാരമ്പര്യവും തൃശൂരിന്റെ പൂരപ്രേമവും മലപ്പുറത്തിന്റെ ഫുട്ബോൾ കമ്പവും ഈ നാടിന് പ്രത്യേകത നൽകുകയാണ്. കൂടാതെ ഈ 3 ജില്ലകളുടെ അതിർത്തി പങ്കിടുന്നു എന്നതും ചാലിശ്ശേരിയെ മറ്റു പഞ്ചായത്തുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നുണ്ട്. 2015 പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധി തീരുവാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ 5 വർഷത്തിനിടയിലെ ചാലിശ്ശേരി പഞ്ചായത്തിലെ 3ാമത്തെ പ്രസിഡന്റായാണ് റംല വീരാൻകുട്ടി അന്ന് ഭരണത്തിലെത്തിയത്. 15 അംഗങ്ങളുള്ള ഭരണസമിതിയിൽ CPMനും കോൺഗ്രസിനും 7 വീതവും ലീഗിന് ഒരാളുമാണുണ്ടായിരുന്നത്. UDFിലെ 8 അംഗങ്ങളുടെ പിന്തുണയിൽ ആദ്യ 3.5 വർഷം കോൺഗ്രസിലെ TK സുനിൽകുമാർ ആയിരുന്നു പ്രസിഡന്റ്. തിരഞ്ഞെടുപ്പ് സമയത്ത് UDF ധാരണ പ്രകാരം അവസാന 1.5 വർഷം ലീഗ് സ്ഥാനാർത്ഥിയെ പ്രസിഡന്റാക്കണമെന്ന തീരുമാനം ലംഘിച്ചെന്നാരോപിച്ച് മുസ്ലിം ലീഗ് UDF ഭരണസമിതിക്കുള്ള പിന്തുണ പിൻവലിച്ച് കോൺഗ്രസ് പ്രസിഡന്റിനെതിരെ അവിശ്വാസം കൊണ്ടുവന്നിരുന്നു. ഇതിനിടയിൽ കോൺഗ്രസ് അംഗം പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. തുടർന്ന് ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ ലീഗ് അംഗം അക്ബർ ഫൈസൽ പ്രസിഡന്റായി. പിന്നീട് പഞ്ചായത്തിലെ UDFനുള്ളിലെ പടലപ്പിണക്കങ്ങൾ തീർത്തതോടെ ലീഗ് UDFനൊപ്പമായി. തുടർന്ന് ലീഗ് ആവശ്യപ്പെട്ടതനുസരിച്ച് അക്ബർ ഫൈസൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിനു ശേഷം റംല വീരാൻകുട്ടി ഭരണസാരഥ്യം ഏറ്റെടുക്കുകയും ചെയ്തു. അതേസമയം തന്നെ പഞ്ചായത്തിലെ CPMലെ ആനി വിനു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആവുകയും ചെയ്തിരുന്നു. പിന്നീട് 2020 തെരഞ്ഞെടുപ്പ് പഞ്ചായത്തിലെ മുന്നണി സമവാക്യങ്ങളെ അട്ടിമറിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പായിരുന്നു. 15 സീറ്റുകളിൽ 6 സീറ്റുകളിൽ UDFും 7 സീറ്റുകളിൽ LDFും വിജയിച്ചപ്പോൾ 2ാം വാർഡായ തണ്ണീർക്കോട് നിന്നും ബിജീഷ് കുട്ടനും 12ാം വാർഡായ തെക്കേക്കരയിൽ നിന്നുമായി നിഷ അജിത് കുമാറും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി വിജയിക്കുകയും ചെയ്തു. തുടർന്ന് സ്വതന്ത്രരുടെ പിന്തുണയോടെ UDFന് ഭരണം ലഭിച്ചു. UDF ഭരണസമിതിയിൽ സ്വതന്ത്രനായ ബിജീഷ് കുട്ടൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മുസ്ലിം ലീഗിലെ സാഹിറ ഖാദർ വൈസ് പ്രസിഡന്റാവുകയുമായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ BJPയും ശക്തമായി ഇത്തവണ രംഗത്തുണ്ട്. ഭരണം തിരിച്ചുപിടിക്കാൻ പ്രവർത്തനങ്ങൾ ശക്തമാക്കി CPMും മുന്നോട്ട് വന്നിട്ടുണ്ട്. ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളുടെ തിരക്കിലാണ് 3 മുന്നണികളും. 15 വാർഡുകളിലായി 6 UDF അംഗങ്ങളും 7 LDF അംഗങ്ങളും 2 സ്വതന്ത്ര അംഗങ്ങളുമായിരുന്നു ഉള്ളത്. 2025 വിഭജനത്തിന് ശേഷം വാർഡുകളുടെ എണ്ണം 17ആയി ഉയർന്നു. 5 വർഷത്തെ ഭരണം ചാലിശ്ശേരി പഞ്ചായത്തിനെ വികസനത്തിൽ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മാതൃകയാക്കുവാൻ സാധിച്ചതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജീഷ് കുട്ടൻ പറഞ്ഞു. ആലിക്കര അംഗൻവാടി നവീകരണം, ചാലിശ്ശേരി ഹോമിയോ ആശുപത്രി അറ്റകുറ്റപ്പണികൾ നടത്തി ശരിയാക്കൽ, പാലക്കൽ പീടിക അംഗൻവാടി അറ്റകുറ്റപ്പണി, കിഴക്കേമുക്ക് മബറൂഖ് ശാഖ റോഡ് ഗതാഗത യോഗ്യമാക്കൽ, കുളക്കുന്ന EK മൊയ്തുണ്ണി സ്മാരക റോഡ് നവീകരണം, പടാട്ടുകുന്ന്, തെക്കേക്കര എന്നീ പൊതുകിണറുകളുടെ അറ്റകുറ്റപ്പണി, കരിമ്പ അങ്കണവാടിയിലെ അറ്റകുറ്റപ്പണികൾ, MCFകൾക്ക് മേൽക്കൂരകൾ നിർമ്മിച്ചു നൽകൽ ഉൾപ്പെടെ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് പൂർത്തിയായതെന്ന് വിജേഷ് കുട്ടൻ പറഞ്ഞു. സ്ഥിതി ചെയ്യുന്ന സ്ഥലം പറഞ്ഞ ഒരു മിനി സിവിൽ സ്റ്റേഷനാണ്. ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ വില്ലേജ് ഓഫീസ്, മണ്ഡപം ഉൾപ്പെടെ ആയുർവേദ ഹോസ്പിറ്റല്, ഹോമിയോ ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഈ സിവിൽ സ്റ്റേഷൻ പറയുന്നത്. അവിടെ നമുക്കൊരു ടേക്ക് ബ്രേക്ക് തുടങ്ങിയൊക്കെ സാധിച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ നമുക്ക് അയ്യങ്കാളി കരിയർ ഗൈഡൻസ് വനിതാ തൊഴിൽ പരിശീലകർ എന്ന് പറഞ്ഞിട്ട് വനിതകൾക്ക് തൊഴിൽ പരിശീലനം, അതുപോലെ തന്നെ SC വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് കരിയർ ഗൈഡൻസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 10 ലക്ഷം രൂപ ചെലവഴിച്ചിട്ട് നമ്മുടെ സ്ഥാപനം അവിടെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സമഗ്ര വികസനം, നെൽകൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് കർഷകരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നിരവധി ഫണ്ടുകൾ വെച്ചിട്ടുണ്ട്. കർഷകർക്ക് ആവശ്യപ്പെടുന്ന ഫണ്ടുകൾ കൃത്യമായിട്ട് അത് അവരിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കമ്മ്യൂണിറ്റി സർക്യൂട്ട്, സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ട് കമ്മ്യൂണിറ്റി സർക്യൂട്ട് കൂടി തുടങ്ങിയിട്ട് ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 5ാം വാർഡിൽ വെച്ചിട്ടാണ്. അത്രയും കാര്യങ്ങളൊക്കെ വലിയ നേട്ടം പഞ്ചായത്തിന് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. 87 നമ്പർ അംഗൻവാടിക്ക് ചുറ്റുമതിൽ നിർമ്മിക്കൽ, തണുത്തറ പാലത്തിന് സമീപം റോഡ് നിർമ്മാണം പൂർത്തീകരിക്കൽ, ആയുർവേദ ആശുപത്രി നവീകരണം നടത്തൽ, ചാലിശ്ശേരി കമ്മ്യൂണിറ്റി ഹാൾ നവീകരിക്കൽ, പഴയ പഞ്ചായത്ത് ഓഫീസിന് സമീപം കാനകൾ നിർമ്മിക്കൽ, കാർഷിക മേഖലയ്ക്ക് സഹായകരമായ പ്രവർത്തനങ്ങൾ നടത്തൽ, കൃഷിഭവൻ വഴി കർഷകർക്ക് വിവിധ ആനുകൂല്യങ്ങൾ നൽകൽ, വിവിധ ഭവന പദ്ധതികൾ നടപ്പിലാക്കൽ ഉൾപ്പെടെ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കൽ, പഞ്ചായത്തിലെ പട്ടികജാതി വിഭാഗങ്ങൾക്ക് വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യൽ, ക്ഷീരകർഷകർക്ക് ആനുകൂല്യങ്ങൾ നൽകൽ, സ്കൂളുകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കൽ, ഗ്രാമീണ റോഡുകൾ മികവുറ്റതാക്കാൻ സാധിച്ചു എന്നിവയെല്ലാം തന്റെ ഭരണസമിതിയുടെ നേട്ടങ്ങളാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വിജീഷ് കുട്ടൻ പറഞ്ഞു. അതേസമയം അധികാര വടംവലിയും വികസന മുരടിപ്പുമാണ് ചാലിശ്ശേരി പഞ്ചായത്ത് ഭരണത്തിന്റെ നേർക്കാഴ്ചകളെന്ന് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് PV രജീഷ് കുമാർ പറഞ്ഞു. പഞ്ചായത്തിൽ അധികാരത്തിനു വേണ്ടിയുള്ള വടംവലി കാരണം വികസന പ്രവർത്തനങ്ങൾ താറുമാറായതായി LDF അംഗം ആനി വിനു കുറ്റപ്പെടുത്തി. ചാലിശ്ശേരി കമ്മ്യൂണിറ്റി ഹാൾ അറ്റകുറ്റപ്പണി നടത്തിയില്ല. വിവിധ വാർഡുകളിലെ ഗ്രാമീണ റോഡുകൾ തകർച്ചയിലാണ്. റോഡ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല. പഞ്ചായത്തിൽ ഗുണനിലവാരമില്ലാത്ത വഴിവിളക്കുകൾ സ്ഥാപിച്ചു. വഴിവിളക്കുകൾ ഏറിയ പങ്കും അറ്റകുറ്റപ്പണി നടത്താതെ കേടായി കിടക്കുകയാണ്. ലൈഫ് ഭവന പദ്ധതി വേണ്ടത്ര രീതിയിൽ നടപ്പായില്ല. ശുചിത്വ പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ ശരിയായി നടത്തിയില്ല. UDF അധികാരത്തിൽ വന്ന സമയങ്ങളിൽ അധികാര വടംവലി മാത്രമായിരുന്നു. ഭരണസമിതിയുടെ പഞ്ചായത്ത് ഭരണത്തിൽ ഏറ്റവും കൂടുതലായി ഉണ്ടായത് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ മാറ്റം മാത്രമാണെന്നും വിവിധ പദ്ധതികൾ നടത്തിപ്പുകൾ പേരിനു മാത്രമായെന്നും ആനി കുറ്റപ്പെടുത്തി. 15 വർഷക്കാലം പഞ്ചായത്തിൽ നടന്നത് വികസന മുരടിപ്പും ദുർഭരണവും. പഞ്ചായത്തിന്റെ സാമ്പത്തിക ധനസഹായങ്ങൾ അർഹരുടെ കൈകളിൽ എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടതായും പ്രതിപക്ഷാംഗം കൂട്ടിച്ചേർത്തു. വികസന പ്രവർത്തനങ്ങൾ എന്നാൽ ഏതെങ്കിലും ഒരു പോക്കറ്റിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്. ഒന്നും തന്നെ പുതിയതായ ഒരു പ്രവർത്തനവും ഏറ്റെടുക്കാനോ അത് പൂർത്തീകരിച്ച് വിജയിപ്പിക്കാനോ അവർക്ക് കഴിഞ്ഞിട്ടില്ല. താഴെത്തട്ടിലുള്ള ഗ്രാമീണ റോഡുകളുടെ അവസ്ഥ ഇന്നും ചാലിശ്ശേരിയിൽ വളരെ ശോചനീയമായ രീതിയിൽ തുടരുകയാണ്. ഇവിടെ പാവപ്പെട്ടവർക്ക് ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ നിലനിന്നിരുന്ന കമ്മ്യൂണിറ്റി ഹാൾ, ചാലിശ്ശേരിയുടെ കമ്മ്യൂണിറ്റി ഹാൾ വളരെ ചെറിയ വാടകയിൽ എല്ലാവർക്കും ഒരേപോലെ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗപ്പെടുത്താൻ പറ്റാവുന്ന ഈ കമ്മ്യൂണിറ്റി ഹാൾ പോലും ഈ 15 വർഷക്കാലമായി ഒരു അറ്റകുറ്റപ്പണി വിവിധങ്ങളായ ഫണ്ടുകൾ അനുവദിക്കാതെ സാധാരണക്കാർക്ക് പുറത്തുനിന്നും സാധനങ്ങൾ വാടകയ്ക്കെടുത്ത് ഒരു പരിപാടി നടത്തേണ്ട ഗതികേടിലേക്ക് കമ്മ്യൂണിറ്റി ഹാളിനെ അവർ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. എന്തായാലും ഭരണം നിലനിർത്താൻ UDF-ഉം തിരിച്ചുപിടിക്കാൻ LDF-ഉം നിർണായക സാന്നിധ്യമാകാൻ BJP-യും സർവ്വസന്നാഹങ്ങളുമായി പൊരുതുമ്പോൾ ചാലിശ്ശേരിയുടെ തദ്ദേശ പോരിലെ വിജയം പ്രവചനാതീതമാകും. മറ്റു വാർത്തകളിലേക്ക്. തൃത്താലയിൽ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന 4 വയസ്സുകാരന് തെരുവുനായയുടെ കടിയേറ്റു. കുട്ടിക്ക് മുഖത്ത് ഗുരുതര പരിക്ക്. പ്രദേശത്ത് വെച്ച് മറ്റു 2 പേർക്കും കടിയേറ്റു. തൃത്താല ആശുപത്രി മേൽഭാഗം പ്രദേശത്ത് താമസിക്കുന്ന അഷ്റഫിന്റെ മകൻ 4 വയസ്സുള്ള ബിലാലിനാണ് കടിയേറ്റത്. രാവിലെ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ പാഞ്ഞെടുത്ത തെരുവുനായ കുട്ടിയെ ആക്രമിക്കുകയായിരുന്നു. ചുണ്ടിലും കവിളിലും കഴുത്തിന്റെ പുറകുവശത്തും തലയിലുമെല്ലാം നായയുടെ കടിയിൽ ആഴത്തിലുള്ള മുറിവേറ്റിട്ടുണ്ട്. വീട്ടുകാർ ഓടിയെത്തിയപ്പോഴേക്കും ആക്രമിച്ച തെരുവുനായ ഓടിമറഞ്ഞു. മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രദേശവാസിയായ 70 വയസ്സുള്ള അപ്പു, ആശുപത്രി മേൽഭാഗം പ്രദേശത്ത് ജോലികൾക്കായി നടന്നു പോവുകയായിരുന്ന തമിഴ്നാട് സ്വദേശിനി എന്നിവരെയും നായ ആക്രമിച്ചു. കടിച്ച തെരുവുനായയെ കണ്ടെത്താനായില്ല. ഞാനിവിടുന്ന് അപ്പാട് പോയിട്ടുണ്ട്. സ്കൂട്ടാക്കിയിട്ട് ഞാൻ അങ്ങനെ പോയിട്ടുള്ളൂ. 5 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പോഴേക്കും കരച്ചിൽ കേട്ട പോലെ തോന്നി. ഞാൻ ഓടി ഇറങ്ങുമ്പോ അഷറ് മോനെടുത്തിട്ട് ഓടുന്നതാ കാണുന്നത്. പിന്നെ ഞാൻ ഒന്നേ നോക്കിയുള്ളൂ. പിന്നെ ഞാൻ നോക്കിയില്ല. കാരണം ഞാൻ എപ്പോഴും കരയാൻ തുടങ്ങി പേടിച്ചിട്ടേ. പുറത്തേക്ക് പിന്നെ ഒരാൾ വരികയെന്നില്ല. അപ്പം മൂപ്പര് വരുമ്പോൾ മൂപ്പരോട് വേറെ ആൾ പറഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ ഇവിടെ ഒരു മില്ലുണ്ട്, ആ മില്ലിലേക്ക് പോവാണെന്ന് പറഞ്ഞതാ. അങ്ങനെ പോണ വഴിക്കാണ് കടിക്കുന്നത് ആളെ. പിന്നെ ഇവിടെ വേറൊരു പെൺകുട്ടി, ഒരു സ്ത്രീ ഇവിടെ പണിയെടുക്കാണ്ട്. ആ പണിയെടുക്കുമ്പോൾ അതിൻ്റെ മേലെ കയറി അതിനും കടിച്ചു പറഞ്ഞു. പിന്നത്തെ വരവാണ് ഇവിടെ വന്നിട്ട് ഈ കുട്ടിയെ കടിച്ചത്. പിന്നെ എങ്ങോട്ട് പോയിന്ന് അറിയില്ല. പിന്നെ ഒന്നിനെ ഞാൻ ഇപ്പോൾ ഒരു നായനെ കണ്ടു, അതാണോ എന്താണെന്ന് അറിയില്ല. പക്ഷെ അതിൻ്റെ കഴുത്തിൻ്റെ മുകളിൽ മുറിയുണ്ട്, പിന്നെ ചുണ്ടൊക്കെ കടിച്ചു പൊളി.
പ്രസിദ്ധമായ കടവല്ലൂർ അന്യോന്യം സമാപിച്ചു. സമാപനത്തിന്റെ ഭാഗമായി സമാദര ചടങ്ങും സംഘടിപ്പിച്ചു. സമാപന സമ്മേളനം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അന്യോന്യ പരിഷത്ത് സെക്രട്ടറി കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിച്ചു. നാറാസ് നാരായണൻ നമ്പൂതിരി, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരായ സുനിൽ കർത്ത, എം മനോജ് കുമാർ, അഖിൽ നന്ദകുമാർ, പരിഷത്ത് പ്രസിഡന്റ് വടക്കുംപാട്ട് നാരായണൻ, വൈസ് പ്രസിഡന്റ് രാമനുണ്ണി, ജോയിന്റ് സെക്രട്ടറി PB ബിജു എന്നിവർ സംസാരിച്ചു. തുടർന്ന് വേദജ്ഞരായ തൃശൂർ യോഗത്തിലെ തിരുത്തുമുക്ക് നാരായണൻ നമ്പൂതിരി, തിരുനാവായ യോഗത്തിലെ എടപ്പുലിയേടം ബിജേഷ് നമ്പൂതിരി എന്നിവരെ ആദരിച്ചു. വേദപഠനത്തിൽ മികവ് പുലർത്തുകയും അന്യോന്യത്തിൽ മികച്ച പ്രകടനം നടത്തുകയും ചെയ്യുന്ന വിദ്യാർത്ഥിക്ക് നൽകുന്ന കരുവാട്ട് വാസുദേവൻ ഭട്ടതിരിപ്പാടിന്റെ നാമധേയത്തിലുള്ള പുരസ്കാരം വടക്കുംപാട്ട് ഹരിനന്ദൻ നമ്പൂതിരിക്ക് സമർപ്പിച്ചു. കഴിഞ്ഞ 36 വർഷമായി അന്യോന്യത്തിനാവശ്യമായി വരുന്ന പുഷ്പങ്ങൾ വഴിപാടായി സമർപ്പിക്കുന്ന ഗുരുവായൂരിലെ പുഷ്പവ്യാപാരിയായ കടവല്ലൂർ ചക്രാട്ട് രമണനെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. തുടർന്ന് കോട്ടയ്ക്കൽ PSP നാട്യസംഘം അവതരിപ്പിച്ച ലവണാസുരവധം കഥകളിയും ഉണ്ടായിരുന്നു. ആനയെ വാങ്ങി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് 62.75 ലക്ഷം രൂപ തട്ടിയതായി പരാതി. പുതുശ്ശേരി സ്വദേശി സൈലേഷ്, അസം സ്വദേശി അബ്ദുൾ ഹമീദ് ഖാൻ എന്നിവരാണ് പണം തട്ടിയതെന്നാണ് പരാതിയിൽ പറയുന്നത്. ആർത്താറ്റ് സ്വദേശി ഉപ്പുങ്ങൽ പ്രമോദാണ് കുന്നംകുളം പോലീസിൽ പരാതി നൽകിയത്. നാഗാലാൻഡ് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ആനയെ നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു. 2023 മാർച്ച് 23 മുതൽ 2025 ഫെബ്രുവരി വരെ പല തവണകളായി ബാങ്ക് അക്കൗണ്ട് വഴിയാണ് പണം കൈമാറിയത്. 65 ലക്ഷം രൂപയാണ് ആനയുടെ വിലയായി പറഞ്ഞിരുന്നത്. നാഗാലാൻഡ് സ്വദേശിയുടെ ബന്ധുവിന്റെ അക്കൗണ്ടിലേക്ക് 2 തവണകളായി 35 ലക്ഷം രൂപയും അബ്ദുൾ ഹമീദ് ഖാന്റെ അക്കൗണ്ടിലേക്ക് 2 തവണകളിലായി 15 ലക്ഷം രൂപയുമാണ് അയച്ചത്. 12.27 ലക്ഷം രൂപ സൈലേഷിന്റെ ബന്ധുക്കളുടെ അക്കൗണ്ടിലേക്കും കൈമാറി. പലതവണ ആവശ്യപ്പെട്ടെങ്കിലും ആനയെ കിട്ടാതെ വന്നതോടെയാണ് പോലീസിനെ സമീപിച്ചതെന്ന് പരാതിക്കാരൻ അറിയിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏകാദശിയുടെ ഭാഗമായി സപ്തമി വിളക്ക് തെളിഞ്ഞു. അഷ്ടമി വിളക്കായ വെള്ളിയാഴ്ച മുതൽ സ്വർണ്ണക്കോലം എഴുന്നള്ളിച്ചു തുടങ്ങും. പുരാതന തറവാട്ടുകാരായ നെന്മിനിമനക്കാരുടെ വകയായാണ് സപ്തമി വിളക്ക് ആഘോഷിച്ചത്. സ്വന്തം പറമ്പിലെ നാളികേരം കൊണ്ട് തയ്യാറാക്കിയ വെളിച്ചെണ്ണയിലാണ് വിളക്കു തെളിയിച്ചത്. നെന്മിനിമനയിലെ NC രാമൻ ഭട്ടതിരിപ്പാടിന്റെ പേരിലാണ് വിളക്കാഘോഷം. ക്ഷേത്രത്തിൽ രാവിലെയും ഉച്ചതിരിഞ്ഞും മേളത്തിന്റെ അകമ്പടിയിൽ കാഴ്ചശീവേലി നടന്നു. സന്ധ്യയ്ക്ക് ഭഗവതിക്കെട്ടിന് സമീപം തായമ്പകയും അരങ്ങേറി. രാത്രി വിളക്കെഴുന്നള്ളിപ്പിന്റെ 4ാമത്തെ പ്രദക്ഷിണത്തിലാണ് വിളക്കുമാടവും ദീപസ്തംഭവും വെളിച്ചെണ്ണയിൽ ശോഭ പകർന്നത്. വിളക്കാഘോഷത്തിന്റെ 28ാം ദിവസമായ നാളെ പൊളിക്കിഴ വാര്യത്ത് കുടുംബം വക അഷ്ടമി വിളക്കാഘോഷമാണ്. അഷ്ടമി വിളക്ക് മുതൽ ഏകാദശി വരെയുള്ള 4 ദിവസം സ്വർണ്ണക്കോലത്തിലാണ് ഗുരുവായൂരപ്പന്റെ എഴുന്നള്ളത്ത്. രാത്രി വിളക്കെഴുന്നള്ളിപ്പിന്റെ 4ാമത്തെ പ്രദക്ഷിണം മുതലാണ് സ്വർണ്ണക്കോലം എഴുന്നള്ളിക്കുക. ശനിയാഴ്ച കൊളാടി കുടുംബം വക നവമി നെയ്വിളക്ക് ആഘോഷിക്കും. ദശമി ദിനമായ ഞായറാഴ്ച ശ്രീ ഗുരുവായൂരപ്പൻ സങ്കീർത്തന ട്രസ്റ്റിന്റെ വിളക്കാഘോഷമാണ്. തിങ്കളാഴ്ച ദേവസ്വം വക ഉദയാസ്തമന പൂജയോടെ ഏകാദശി ആഘോഷിക്കും. 10ലേറെ വാദ്യോപകരണങ്ങളോടെ അവതരിപ്പിച്ച താളവാദ്യ സമന്വയം ചെമ്പൈ സംഗീതോത്സവ വേദിക്ക് വേറിട്ട നാദമധുരമായി. ഗുരുവായൂർ ദേവസ്വം വാദ്യവിദ്യാലയത്തിലെ ഗുരുക്കന്മാർ ചേർന്നാണ് താളവാദ്യ സമന്വയം അവതരിപ്പിച്ചത്. കർണാട്ടിക് വായ്പാട്ടുകളിലും ഉപകരണ സംഗീതവാദനത്തിലും മതിമറന്നിരിക്കുന്ന ചെമ്പൈ സംഗീതോത്സവ വേദിക്ക് താളവാദ്യ സമന്വയം വേറിട്ട അനുഭവമായി. പ്രിൻസിപ്പാൾ TV ശിവദാസൻ നാഗസ്വരം വായിച്ച് വാദ്യപരിപാടി നയിച്ചു. ജ്യോതിദാസ് ഗുരുവായൂർ അഷ്ടപതിയിലും ഗുരുവായൂർ ശശിമാരാർ ഇടക്കയിലും ഗുരുവായൂർ നാരായണൻ വയലിനിലും ചവറ കണ്ണൻ തകിലിലും കലാമണ്ഡലം അനന്തകൃഷ്ണൻ മദ്ദളത്തിലും കലാനിലയം ജയകൃഷ്ണൻ തിമിലയിലും കലാമണ്ഡലം രതീഷ് ചെണ്ടയിലുമായി അണിനിരന്നു. കലാനിലയം വിശ്വനാഥൻ കൊമ്പും കലാനിലയം അജിത് കുമാർ കുഴലും കൈകാര്യം ചെയ്തു. നടനത്തിന്റെ അഭാവത്തിലും രസഭാവങ്ങൾ കൈവിടാതെ കൃഷ്ണനാട്ട പദ കച്ചേരിയും സംഗീതോത്സവ വേദിക്ക് രസാനുഭൂതി പകർന്നു. ഗുരുവായൂരിന്റെ സ്വന്തം നടനരൂപമായ കൃഷ്ണനാട്ടത്തിന്റെ പദ്യരൂപമാണ് ക്ഷേത്ര കലാനിലയം കലാകാരന്മാർ കൃഷ്ണനാട്ട പദ കച്ചേരിയിൽ അവതരിപ്പിച്ചത്. SP കൃഷ്ണകുമാർ, KM ശ്രീകുമാർ എന്നിവർ പാട്ടിന് നേതൃത്വം നൽകി. P രാധാകൃഷ്ണൻ ആശാൻ ശുദ്ധ മദ്ദളവും CD ഉണ്ണികൃഷ്ണൻ തൊപ്പി മദ്ദളവും സുധാകരൻ ഇടക്കയും അവതരിപ്പിച്ചു. ഡോക്ടർ ബേബി ശ്രീറാമിന്റെ കച്ചേരിയും ആകർഷകമായി.
സംഗീതോത്സവ വേദിയിൽ രാത്രി നടക്കാറുള്ള വിശേഷാൽ കച്ചേരി സമാപിച്ചു. ഇനി ഏകാദശി വരെ റിലേ കച്ചേരിയാണ്. 15 ദിവസങ്ങളിലായി നടന്നുവരുന്ന സംഗീതോത്സവം ഏകാദശി ദിവസമായ ഡിസംബർ 1 സമാപിക്കും. ഗുരുവായൂർ ഏകാദശി മഹോത്സവം ആഘോഷിക്കുന്ന ഡിസംബർ 1 ചാവക്കാട് താലൂക്ക് പരിധിയിൽ ഉൾപ്പെടുന്ന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അങ്കണവാടികൾക്കും അവധി പ്രഖ്യാപിച്ചു. മുൻ നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും കേന്ദ്ര സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നിയമനത്തിനായി നടത്തുന്ന പരീക്ഷകൾക്കും അവധി ബാധകമല്ല. ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന ദമ്പതികളെ ഇടിച്ചു വീഴ്ത്തി നിർത്താതെ പോയ കാർ ഡ്രൈവറെ എരുമപ്പെട്ടി പോലീസ് പിടികൂടി. മേലെപ്പട്ടാമ്പി വയസ്സത്തൊടി വീട്ടിൽ 54 വയസ്സുള്ള സുബൈറിനെയാണ് എരുമപ്പെട്ടി ഇൻസ്പെക്ടർ അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 23-ാം തീയതി കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിൽ വെച്ചായിരുന്നു സംഭവം. ചൊവ്വന്നൂർ വെള്ളിത്തിരുത്തി ചിറളയത്ത് മുകുന്ദൻ സുജാത ദമ്പതികൾ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ സുബൈർ ഓടിച്ചിരുന്ന കാർ ഇടിക്കുകയായിരുന്നു. അപകടമുണ്ടായിട്ടും കാർ നിർത്താൻ തയ്യാറാകാതെ സുബൈർ കടന്നുകളഞ്ഞു. തുടർന്ന് എരുമപ്പെട്ടി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ തിരിച്ചറിഞ്ഞ് പട്ടാമ്പിയിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. കാറും കസ്റ്റഡിയിലെടുത്തു. SI ആസിഫ്, CPOമാരായ പ്രവീൺ, നിബിൻ, അലക്സ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. വെള്ളർക്കാട് ചിറമനേങ്ങാട് നെല്ലിക്കുന്നിൽ അനധികൃതമായി നടത്തിയിരുന്ന മണ്ണെടുപ്പ് എരുമപ്പെട്ടി പോലീസ് തടഞ്ഞു. മണ്ണെടുപ്പ് നടത്തിയിരുന്ന വാഹനങ്ങൾ പോലീസ് പിടിച്ചെടുത്തു. ഒരു JCBയും 2 ടിപ്പർ ലോറികളുമാണ് പോലീസ് പിടികൂടിയത്. 2 ദിവസമായി വൻതോതിലുള്ള മണ്ണെടുപ്പാണ് നടന്നിരുന്നത്. വീട് നിർമ്മാണത്തിനു വേണ്ടിയാണ് മണ്ണെടുത്തിരുന്നതെന്നാണ് സ്ഥലം ഉടമ പറയുന്നത്. എന്നാൽ മണ്ണ് ഖനനം ചെയ്യുന്നതിനും കൊണ്ടുപോകുന്നതിനുമുള്ള രേഖകളും പാസും ഉണ്ടായിരുന്നില്ല. പുന്നിയൂർ ഏരിയമ്മൽ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം, ഭണ്ഡാരങ്ങൾ പൊളിച്ച് പണം കവർന്നു. 10,000 രൂപ നഷ്ടപ്പെട്ടതായി കണക്കാക്കുന്നു. തിടപ്പള്ളിയുടെ വാതിൽ, ഓഫീസ് റൂം പൂട്ട് എന്നിവയും പൊളിച്ചിട്ടുണ്ട്. പുലർച്ചെ 5 മണിയോടെ ക്ഷേത്രം തുറക്കാനെത്തിയ പൂജാരിയാണ് മോഷണ വിവരം ആദ്യം അറിഞ്ഞത്. ഉടൻ തന്നെ ക്ഷേത്രം ഭാരവാഹികളെ വിവരം അറിയിക്കുകയായിരുന്നു. ഗുരുവായൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ജനവാസ മേഖലയിൽ ഭക്ഷ്യാവശിഷ്ടങ്ങളും മാലിന്യവും തള്ളി. കുന്നംകുളം നഗരസഭാ സെക്രട്ടറിയുടെയും ആരോഗ്യ വിഭാഗം ജീവനക്കാരുടെയും നേതൃത്വത്തിൽ പരിശോധന നടത്തി. കുന്നംകുളം മുനിസിപ്പൽ ഓഫീസ് റോഡിൽ യൂക്കോ ബാങ്കിനടുത്തുള്ള ട്രാൻസ്ഫോമർ പരിസരത്താണ് ഭക്ഷ്യാവശിഷ്ടങ്ങൾ നിറഞ്ഞ മാലിന്യമടങ്ങിയ പ്ലാസ്റ്റിക് കവർ കണ്ടെത്തിയത്. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് കവറിലാക്കിയ മാലിന്യം ശ്രദ്ധയിൽപ്പെട്ടത്. ഇഡലി, വട എന്നീ ഭക്ഷ്യവസ്തുക്കളുടെയും കറികളുടെയും അവശിഷ്ടത്തിനൊപ്പം വെള്ളക്കുപ്പികളും മാലിന്യ കവറിലുണ്ട്. ജനവാസ മേഖലയിൽ മാലിന്യം തള്ളിയത് ശ്രദ്ധയിൽപ്പെട്ടതോടെ കുന്നംകുളം നഗരസഭാ സെക്രട്ടറി KK മനോജ്, ക്ലീൻ സിറ്റി മാനേജർ AV അജിത് എന്നിവരുടെ നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗം ജീവനക്കാർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. യാത്രയ്ക്കിടെ എവിടെ നിന്നോ ഭക്ഷണം കഴിച്ച ശേഷം ഭക്ഷണാവശിഷ്ടങ്ങൾ ഇവിടെ ഉപേക്ഷിച്ചതാണെന്നാണ് കരുതുന്നത്. സമീപത്തെ സ്ഥാപനങ്ങളുടെ നിരീക്ഷണ ക്യാമറകൾ വിശദമായി പരിശോധിച്ച് മാലിന്യം തള്ളിയവരെ കണ്ടെത്താനുള്ള നടപടികൾ നഗരസഭാ അധികൃതർ ആരംഭിച്ചിട്ടുണ്ട്. പൊതുയിടങ്ങളിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെയുള്ള കർശന നടപടികളാണ് നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്നത്. കുന്നംകുളം നഗരസഭയിലെ ആരോഗ്യകാര്യ പരിസ്ഥിതി പരിപാലന വിഭാഗം എൻഫോഴ്സ്മെന്റ് ഹെൽത്ത് സ്ക്വാഡ് പ്രവർത്തനത്തിന്റെ ഭാഗമായി പരിശോധന നടത്തി. കുന്നംകുളം തൃശൂർ റോഡിൽ കാക്കശ്ശേരി സൂക്കിൽ പ്രവർത്തിക്കുന്ന എലൈറ്റ് സൂപ്പർ മാർക്കറ്റിൽ നടത്തിയ പരിശോധനയിൽ പഴകിയതും കാലാവധി കഴിഞ്ഞതും ഭക്ഷ്യയോഗ്യമല്ലാത്തതുമായി വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന ബ്രെഡ്, ഫ്രോസൺ മീറ്റ്, ഐസ്ക്രീം, പഫ്സ്, പേസ്ട്രി, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ചീസ്, യോഗട്ട് എന്നിവയും കാലാവധി കഴിയാത്തതും എന്നാൽ ഫംഗസ് ബാധിച്ചിട്ടുള്ളതുമായ ഫ്രീസറിലും റാക്കുകളിലുമായി സൂക്ഷിച്ച മറ്റു ഭക്ഷ്യപദാർത്ഥങ്ങളുമാണ് പിടിച്ചെടുത്തത്. നിയമ നടപടിയുടെ ഭാഗമായി പിഴ ഈടാക്കുന്നതിന് കടയുടമയ്ക്ക് നോട്ടീസ് നൽകി. ക്ലീൻ സിറ്റി മാനേജർ AV അജിത്തിന്റെ നേതൃത്വത്തിൽ M സുനിൽ, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടറും പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരുമായ KS പ്രവീൺ, സജിനി V സാമുവൽ, ജൂലി ജൺസൺ എന്നിവരുൾപ്പെട്ട സ്ക്വാഡ് നേതൃത്വം നൽകി.
പഴഞ്ഞി പെരുന്തുരുത്തിയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ സ്ഥാപിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർത്ത നിലയിൽ. ഇന്ന് രാവിലെയാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർത്ത നിലയിൽ കണ്ടത്. CPM നേതാവ് യൂസഫിന്റെ സ്മരണയ്ക്കായാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം 15 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചത്. നിർമ്മാണ സമയത്ത് മേഖലയിൽ തർക്കം നിലനിന്നിരുന്നതായി പറയുന്നു. ബസ് സ്റ്റോപ്പിന്റെ മുകൾ വശത്തെ ഷീറ്റുകൾ നേരത്തെ തന്നെ തകർത്തിരുന്നു. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകുമെന്ന് മേഖലയിലെ CPIM നേതൃത്വം അറിയിച്ചു. കാലം ചേർത്തുവെച്ച കഥകൾ എന്ന ഗ്രന്ഥത്തിന്റെ പ്രകാശനം ഞായറാഴ്ച കമലാ സുരയ്യ സ്മാരക മന്ദിരത്തിലെ നീർമാതള ചുവട്ടിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 3:30 ഡെപ്യൂട്ടി തഹസീൽദാറും പ്രഭാഷകനുമായ ഫൈസൽ പേരകം ഉദ്ഘാടനം നിർവഹിക്കുന്ന ചടങ്ങിൽ തൃശൂർ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയും സാഹിത്യകാരനുമായ സുരേന്ദ്രൻ മങ്ങാട് പ്രകാശനം നിർവഹിക്കും. എഴുത്തുകാരിയും സൈക്കോളജിസ്റ്റ് കൺസൾട്ടന്റും കൂടിയായ ബഹിയ ടീച്ചർ പുസ്തകം ഏറ്റുവാങ്ങും. റഫീഖ് പട്ടേരി പുസ്തകം പരിചയപ്പെടുത്തും. പുന്നൂർക്കുളം സാഹിത്യസമിതി കൺവീനർ അറക്കൽ ഉമ്മർ മാസ്റ്റർ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ നൂറുദ്ദീൻ വാടാനപ്പള്ളി, മുഹമ്മദ് ഉണ്ണി, MV ജോസ്, ജലീൽ ചന്ദനത്ത്, ഹക്കിം വെളിയത്ത്, ദിവാകരൻ പനന്തറ തുടങ്ങിയവർ പങ്കെടുക്കും. രചയിതാവ് അലി കണ്ണത്തയലിന്റെ 5ാമത്തെ കഥാസമാഹാരമാണ് കാലം ചേർത്തുവെച്ച കഥകൾ. 62 പേജുകളടങ്ങിയ കഥാസമാഹാരത്തിൽ ജീവിത ചുറ്റുപാടുകളിൽ നിന്നുള്ള കഥകളുടെ നേർചിത്രങ്ങൾ അടങ്ങിയ 18 അധ്യായങ്ങളാണുള്ളത്. സൗഹൃദയ റെസിഡൻസ് അസോസിയേഷനാണ് പബ്ലിക്കേഷൻ നിർവഹിക്കുന്നത്. പുന്നീർകുളത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ MK ജോസ്, അറക്കൽ ഉമ്മർ മാസ്റ്റർ, അലി കണ്ണത്തയിൽ, ചോ മുഹമ്മദ് ഉണ്ണി തുടങ്ങിയവർ പങ്കെടുത്തു. കളഞ്ഞുകിട്ടിയ 25,000 രൂപയും പാസ്പോർട്ടും അടങ്ങിയ പേഴ്സ് ഉടമയ്ക്ക് തിരിച്ചു നൽകി ഹോട്ടൽ തൊഴിലാളി മാതൃകയായി. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായി കോഴിക്കോട് നിന്നുമെത്തിയ ഷിമ്മി ഗണേഷ് എന്ന യുവതിയുടെ പേഴ്സാണ് നഷ്ടപ്പെട്ടത്. യുവതി പോലീസിൽ പരാതി നൽകിയിരുന്നു. മുരളീകൃഷ്ണ ഹോട്ടലിലെ തൊഴിലാളിയായ സുരേന്ദ്രന് പേഴ്സ് കിട്ടുകയും ഉടമ തിരക്കി വരാത്തതിനെ തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി ഏൽപ്പിക്കുകയുമായിരുന്നു. ഉടനെ ഉടമസ്ഥയെ വിളിച്ചറിയിക്കുകയും പേഴ്സ് കൈമാറുകയും ചെയ്തു. ചാലിശ്ശേരി ശ്രീ മുലയമ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടക്കുന്ന 29ാമത് മുഴുവൻ വിളക്കിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി വിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് കുട്ടൻ ആലിക്കര, സെക്രട്ടറി KK ഭാസ്കരൻ, ട്രഷറർ ചന്ദ്രൻ അമൃത, ജോയിന്റ് സെക്രട്ടറി KM അനീഷ്, വൈസ് ട്രഷറർ ഹരിദാസ് എന്നിവർ അറിയിച്ചു. വെള്ളിയാഴ്ച തൃശൂർ ശ്രീരാഗം ഓർക്കസ്ട്രയുടെ ഭക്തിഗാനമേള ഉണ്ടാകും. ശനിയാഴ്ച മുഴുവൻ വിളക്ക് ആഘോഷത്തിന്റെ ഭാഗമായി ഉച്ചയ്ക്ക് 10,000-ഓളം ഭക്തജനങ്ങൾക്കുള്ള അന്നദാനവും നടക്കും. വൈകിട്ട് 4:30 പോലീസ് സ്റ്റേഷൻ പിൻവശമുള്ള കുവേശ്വര ശിവക്ഷേത്രത്തിൽ നിന്നും പാലക്കൊമ്പ് എഴുന്നള്ളിപ്പും ഉണ്ടാകും. 3ഓളം ഗജവീരന്മാരും പെരിങ്ങോട് പഞ്ചവാദ്യവും ചെണ്ടമേളവും അകമ്പടിയാകും. കുവേശ്വര ശിവക്ഷേത്രം മുതൽ അമ്പലം വരെ വൈദ്യുതി ദീപാലങ്കാരവും ഒരുക്കിയിട്ടുണ്ട്. ഇത് 29ാമത്തെ അയ്യപ്പ വിളക്കാണ് ഇവിടെ ചാലിശ്ശേരി മുലയമ്പറമ്പ് ക്ഷേത്രത്തിലെ. ഞങ്ങളുടെ ഒരുക്കങ്ങൾ ഏതാനും 90% പൂർത്തിയായി. വിളക്ക് പന്തലിന്റെ പണി കഴിഞ്ഞ്, അന്നദാനത്തിന്റെ പണി കഴിഞ്ഞ്, പരിപാടികളും ഒരുക്കങ്ങളും 90% മീതെ കഴിഞ്ഞു കഴിഞ്ഞു. അത്രയും മാത്രം. ഇത് നന്നായി നടത്തിപ്പാകണം. ഈ നാട്ടുകാരുടെ മുഴുവൻ സഹായം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഈ 1000-ഓളം താലങ്ങളൊക്കെ ഉള്ള ഒരു അയ്യപ്പൻ വിളക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാവുമെന്നല്ല എനിക്ക് സംശയമാണ്. പുന്നയൂർക്കുളം ചമ്മന്നൂർ മാഞ്ചിറക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ അയ്യപ്പൻ വിളക്ക് ഞായറാഴ്ച നടക്കും. രാവിലെ ഗണപതി ഹോമം, ഭഗവത് സേവ, രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും അന്നദാനം എന്നിവ ഉണ്ടാകും. വൈകിട്ട് 7-ന് കൊച്ചന്നൂർ കരിച്ചാൽക്കടവ് അയ്യപ്പൻ കാവിൽ നിന്നും താലം, ഉടുക്കുപാട്ട് എന്നിവയുടെ അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിക്കും. 8 മണിക്ക് ഇരിങ്ങപ്രം മണിഗ്രാമം സംഘത്തിന്റെ ഭജന, 9:30 പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ്, ക്ഷേത്രത്തിൽ പ്രവേശിച്ചതിനു ശേഷം പൊലിപ്പാട്ട്, പുലർച്ചെ വെട്ടുംതട, കനലാട്ടം എന്നിവ നടക്കും. എരുമപ്പെട്ടി പഴവൂർ നവജ്യോതി വിളക്ക് യോഗം നേതൃത്വം നൽകുമെന്ന് വിളക്ക് കമ്മിറ്റി ഭാരവാഹികളായ P ജ്യോതിഷ്, K രമേശ്, സുരേഷ് ബാബു പാലക്കൽ, പുഷ്പാകരൻ, സുനിൽകുമാർ എന്നിവർ അറിയിച്ചു. തൃശൂർ സഹോദയ അത്ലറ്റിക് മീറ്റിന് കുന്നംകുളത്ത് തുടക്കമായി. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സിന്തറ്റിക് ഗ്രൗണ്ടിൽ 2 ദിവസങ്ങളിലായാണ് കായികമേള നടക്കുന്നത്. കേരള സ്റ്റേറ്റ് അത്ലറ്റിക് ഫെഡറേഷൻ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ ഹരിദയൽ വിദ്യാർത്ഥികൾക്ക് ദീപശിഖ കൈമാറി. SSCT പ്രസിഡന്റ് ഡോക്ടർ M ദിനേശ് ബാബു അത്ലറ്റിക് മീറ്റ് ഉദ്ഘാടനം ചെയ്തു. ഗുഡ് ഷെപ്പേർഡ് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ലിജോ പോൾ CMI അധ്യക്ഷത വഹിച്ചു. ഗുഡ് ഷെപ്പേർഡ് CMI സ്കൂൾ അക്കാദമിക് അഡ്മിനിസ്ട്രേറ്റർ നീന പ്രിനു, PTW പ്രസിഡന്റ് ജോജിത് രാജൻ എന്നിവർ സംസാരിച്ചു. കായികമേളയ്ക്ക് ഗുഡ് ഷെപ്പേർഡ് സ്കൂളാണ് ആതിഥേയത്വം വഹിക്കുന്നത്. 46 സ്കൂളുകളിൽ നിന്നായി 1500-ഓളം വിദ്യാർത്ഥികൾ മേളയിൽ പങ്കെടുക്കും. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ പള്ളിയിൽ പരിശുദ്ധനായ മോർ യാക്കോബ് മഫസ്കോ സഹദായുടെ 1604 ഓർമ്മ പെരുന്നാൾ ആചരിച്ചു.
MYM യൂത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സുവിശേഷ യോഗമുണ്ടായിരുന്നു. മാണി രാജൻ, കോർ എപ്പിസ്കോപ്പ ഫാദർ ബിജു മുങ്ങാക്കുന്നേൽ, ഫാദർ മാത്യു ഈരാളിൻ എന്നിവർ സുവിശേഷ പ്രസംഗം നടത്തി. 3 ദിവസവും ഗാന ശുശ്രൂഷ, അത്താഴ സദ്യ എന്നിവ ഉണ്ടായിരുന്നു. പെരുന്നാൾ ദിവസമായ ഇന്ന് രാവിലെ 6:30 പ്രഭാത നമസ്കാരവും തുടർന്ന് വിശുദ്ധ കുർബാനയും ഉണ്ടായി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുശേഷിപ്പ്, സ്ഥാപിത കുരിശുപള്ളിയിലേക്ക് പ്രദക്ഷിണവും ആശീർവാദവും നേർച്ച വിളമ്പലും നടത്തും. പെരുന്നാളിന് ഫാദർ മാത്യു ഊരാളൻ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജയേഷ് ജേക്കബ് പുലിക്കോട്ടിൽ സന്നിഹിതനായിരുന്നു. പള്ളി വികാരി ഫാദർ ബേസിൽ കൊല്ലാർമാലി, ട്രസ്റ്റി KJ സോജൻ, സെക്രട്ടറി അരുൺ T രാജൻ, ജോയിന്റ് സെക്രട്ടറി ജിജോ ജോർജ്, യൂത്ത് അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. കിടങ്ങൂർ വലിയുള്ളാഹി സുൽത്താൻ കുഞ്ഞുമുട്ടി മസ്താനുപ്പാപ്പ തങ്ങളുടെ 51ാമത് ആണ്ട് നേർച്ച വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മദനിയ മജ്ലിസ്, ജലാലിയ റാത്തിബ്, ദിക്റുദുആ മജ്ലിസ് പ്രഭാഷണം, റിഫായി റാത്തിബ്, ബുർദ മജ്ലിസ്, വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ, സാംസ്കാരിക സമ്മേളനം, ഭക്ഷണ വിതരണം തുടങ്ങിയ പരിപാടികളോടെയാണ് കിടങ്ങൂർ മഖാം ഷെരീഫിൽ ആണ്ട് നേർച്ചയും സ്വലാത്ത് വാർഷികവും നടക്കുക. വെള്ളിയാഴ്ച രാവിലെ 6-ന് സയ്യിദ് അലി പൂക്കോയത്തങ്ങൾ അൽ ഹൈദ്രോസി പന്നിത്തടം നേതൃത്വം നൽകുന്ന പൈതൃക യാത്രയോടെയാണ് ആണ്ട് നേർച്ചയുടെ ചടങ്ങുകൾക്ക് തുടക്കമാകുക. ഉച്ചതിരിഞ്ഞ് 4-ന് സ്വാഗത സംഘം ചെയർമാൻ മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി കൊടിയേറ്റം നിർവഹിക്കും. തുടർന്ന് സമൂഹ സിയാറത്ത് നടക്കും. വൈകിട്ട് 6:30-ന് ബുർദ മജ്ലിസും 7 മണിക്ക് മദനീയം ആത്മീയ മജ്ലിസും ഉണ്ടാകും. ശനിയാഴ്ച രാവിലെ 8 മണിക്ക് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉച്ചയ്ക്ക് 2-ന് ജലാലിയ റാത്തീബും നടക്കും. ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് ചേരുന്ന സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം വൈകിട്ട് 7-ന് സ്വലാത്ത് മജ്ലിസും അനുസ്മരണ പ്രഭാഷണവും രാത്രി 9 മണിക്ക് റിഫായി റാത്തീബും ഉണ്ടാകും. ഞായറാഴ്ച രാവിലെ 9-ന് റാത്തീബ് അത്താസിനും തവസ്സുൽ മജ്ലിസിനും സമാപന ദുആ സമ്മേളനത്തിനും ശേഷം ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ നേർച്ച ഭക്ഷണ വിതരണവും ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റിന്റെ ഭാരവാഹികളായ CMA കബീർ മാസ്റ്റർ, KC ഹൈദർ കടങ്ങോട്, സമറുദ്ദീൻ നിസാമി, ഹാഫിൽ ജൗഫർ മദനി, ഡോക്ടർ മിസ്ബാഹി അൽ റാഫി ഇ പൊന്നാനി എന്നിവർ പങ്കെടുത്തു. താമരയൂരിൽ വലയിൽ കുടുങ്ങിയ മലമ്പാമ്പിന് രക്ഷകനായി സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ. താമരയൂർ കാരക്കാട് സിദ്ദിഖിന്റെ വീടിന് സമീപത്തെ തോട്ടിലാണ് 7 അടിയോളം നീളമുള്ള മലമ്പാമ്പിനെ വലയിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ദിവസങ്ങളോളം വലയിൽ കിടന്ന് പരിക്കേറ്റ നിലയിലായിരുന്നു. പ്രബീഷെത്തി ഏറെ പാടുപെട്ട് വല മുറിച്ചുമാറ്റി പാമ്പിനെ രക്ഷപ്പെടുത്തി. ഇതിനെ പിന്നീട് എരുമപ്പെട്ടി വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി. എരുമപ്പെട്ടി തിപ്പല്ലൂർ ശിവശക്തി വിളക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അയ്യപ്പൻ വിളക്ക് മഹോത്സവം ആഘോഷിച്ചു. മണ്ടംപറമ്പ് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും പാലക്കൊമ്പ് എഴുന്നള്ളിച്ച് തിപ്പല്ലൂർ ശിവക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് നടന്ന വിളക്ക് യോഗത്തിന് മച്ചാട് തങ്കരാജും സംഘവും നേതൃത്വം നൽകി. ചാലിശ്ശേരി ഗവൺമെന്റ് സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികൾ എപ്പിത്തീമിയ പ്രൊജക്ടിന്റെ ഭാഗമായി രാജ്യത്തെ മുൻനിര വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനമായ ചെന്നൈ IIT ക്യാമ്പസ് സന്ദർശിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സജീന ഷുക്കൂർ, അധ്യാപകരായ ഹംസ, രാധിക എന്നിവരുടെ നേതൃത്വത്തിൽ 51ഓളം വിദ്യാർത്ഥികളാണ് 2 ദിവസത്തെ പഠനയാത്രയിൽ പങ്കെടുത്തത്. വിദ്യാർത്ഥികൾക്ക് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നവീന ഗവേഷണങ്ങൾ, ലാബുകളിലെ പ്രവർത്തന രീതികൾ, സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിശദമായ പരിചയപ്പെടുത്തലും IIT വിദ്യാർത്ഥികളുമായുള്ള സംവാദങ്ങളും പ്രോഗ്രാമിൻ്റെ ഭാഗമായി നടന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സാധ്യതകളെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസുമുണ്ടായി. ഇൻക്യുബേഷൻ സെൻ്ററായ CFI, ഹെറിറ്റേജ് സെൻ്റർ, രസതന്ത്ര വിഭാഗം എന്നിവ സന്ദർശിച്ചു. ഡിഫറൻഷ്യൽ സ്കാനിംഗ് കലോറിമീറ്റർ, ഇൻഡക്റ്റീവ്ലി കപ്പിൾഡ് പ്ലാസ്മ, ഒപ്റ്റിക്കൽ എമിഷൻ സ്പെക്ട്രോമീറ്റർ, കോൺഫോക്കൽ രാമൻ മൈക്രോസ്കോപ്പ് എന്നിവയുടെ പ്രവർത്തനങ്ങൾ കണ്ടു മനസ്സിലാക്കി. NMR ടെക്നീഷ്യൻ ഭാസ്കർ, ഗവേഷക വിദ്യാർത്ഥിനി S നൂർജി, സുന്നർ, ഉഷ, മമത എന്നിവർ വിദ്യാർത്ഥികളെ നയിച്ചു. എപ്പിത്തീമിയ പ്രൊജക്ടിൻ്റെ ഭാഗമായി കഴിഞ്ഞ മാസങ്ങളിൽ വിദ്യാർത്ഥികൾ ഫാം, കേരള ഹൈക്കോടതി എന്നിവ സന്ദർശിച്ചിരുന്നു.
കടങ്ങോട് കുടക്കുഴി ശ്രീ ചന്ദനങ്കാവിലെ അയ്യപ്പൻ വിളക്കിനോടനുബന്ധിച്ച് പ്രശസ്തനായ ശാസ്താംപാട്ടുകാരൻ കുടക്കുഴി അച്യുതനെ അയ്യപ്പ സേവാ സമിതി ആദരിച്ചു. ഗുരുവായൂർ മുൻ മേൽശാന്തി ശ്രീജിത്ത് പൊന്നാടണീച്ചു പലകം നൽകി ആദരിച്ചു. വിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് എ സന്തോഷ്, സെക്രട്ടറി എ ഉണ്ണി, ട്രഷറർ കെ എൻ ഗോപി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ കുടക്കുഴി ഹരേകൃഷ്ണ ഭജൻസിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടന്നു. തുടർന്ന് ഭക്തിഗാനസുധയും നടന്നു. പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ ഫാദർ ഡാനിയൽ പൂവണ്ണത്തിൽ നയിക്കുന്ന തീരദേശ ബൈബിൾ കൺവെൻഷന് തുടക്കമായി. കൺവെൻഷൻ മാർ ബോസ്കോ പുത്തൂർ ഉദ്ഘാടനം ചെയ്തു. ഫാദർ ആന്റണി ചെമ്പകശ്ശേരി ബൈബിൾ പ്രതിഷ്ഠ നടത്തി. നവംബർ 30 വരെ വൈകിട്ട് 4:30 മുതൽ 9:30 വരെ നടത്തുന്ന കൺവെൻഷനിൽ ആയിരക്കണക്കിന് ഭക്തർ പങ്കെടുക്കും. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 11,710 രൂപ, പവന് 93,680 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 170 രൂപ. ചരമം ചൊവ്വല്ലൂർ അതിയാരത്ത് സേതുമാധവൻ നായർ നിര്യാതനായി 75 വയസ്സായിരുന്നു. സംസ്കാരം പാമ്പാടി ഐവർ മഠത്തിൽ നടത്തി. സൗദാമിനിയാണ് ഭാര്യ. സീമ, സൗമ്യ എന്നിവർ മക്കളാണ്. പുന്നൂർകുളം ആൽത്തറ സെന്ററിൽ മുൻ വ്യാപാരിയായിരുന്ന പുഴിക്കള ചൊവ്വല്ലൂർ CA വിൻസെന്റ് മകൻ റിവന്റ് നിര്യാതനായി 37 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതയായ റീത്തയാണ് മാതാവ്. റിവിൻ എന്നിവർ സഹോദരങ്ങളാണ്. ചാവക്കാട് മണത്തല ബേബി റോഡ് സരസ്വതി സ്കൂളിന് സമീപം താമസിക്കുന്ന ചോലയിൽ പരേതനായ പത്മനാഭൻ ഭാര്യ ശാന്ത നിര്യാതയായി 83 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് നടക്കും. രാജി, സിന്ധു, രാജേഷ് എന്നിവർ മക്കളാണ്. മാധ്യമ സാംസ്കാരിക പ്രവർത്തകനായ എയ്യാൽ മന്ത്രവാദി റോഡ് എലവത്തൂർ രാജന്റെ ഭാര്യ പ്രീത നിര്യാതയായി. സംസ്കാരം വെള്ളിയാഴ്ച നടക്കും. നവ്യ, ഭവ്യ എന്നിവർ മക്കളാണ്. കടവല്ലൂർ കല്ലുപുറം വടക്കേ തലക്കൽ പരേതനായ കൊച്ചുമോൻ ഭാര്യ സിസിലി നിര്യാതയായി 77 വയസ്സായിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിലെ റിട്ടയർഡ് ഹെഡ് നഴ്സാണ് പരേത. സംസ്കാരം വെള്ളിയാഴ്ച മലബാർ സ്വതന്ത്ര സുറിയാനി സഭ കല്ലുംപുറം സെന്റ് ജോർജ് പള്ളി സെമിത്തേരിയിൽ നടക്കും. ലൈജു, ലിജു എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ തെരഞ്ഞെടുപ്പ്. കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുന്ന മഹിളാ കോൺഗ്രസ് നേതാക്കളെ കോൺഗ്രസ് പുറത്താക്കി. ചൂണ്ടൽ പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുന്ന വിമത സ്ഥാനാർത്ഥികളായ റുബീന അൻവർ, TK കൊച്ച എന്നിവരെയാണ് 6 വർഷത്തേക്ക് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള കുതിച്ചുചാട്ടത്തിന്റെ തുടക്കമായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് KPCC മുൻ പ്രസിഡന്റ് VM സുധീരൻ. ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെന്നും ജനവികാരം UDFന് അനുകൂലമെന്നും സുധീരൻ. തൃത്താലയിൽ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന 4 വയസ്സുകാരന് തെരുവ് നായുടെ കടിയേറ്റു. കുട്ടിക്ക് മുഖത്ത് ഗുരുതര പരിക്ക്. പ്രദേശത്ത് വെച്ച് മറ്റ് 2 പേർക്കും കടിയേറ്റു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏകാദശിയുടെ ഭാഗമായ സപ്തമി വിളക്ക് തെളിഞ്ഞു. അഷ്ടമി വിളക്കായ വെള്ളിയാഴ്ച മുതൽ സ്വർണ്ണക്കോലം എഴുന്നള്ളിച്ചു തുടങ്ങും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. കോതച്ചിറ മുല്ലയ്ക്കൽ പറമ്പിൽ വീട്ടിൽ ചന്ദ്രമതിയുടെ 25ാം ചരമവാർഷികം ആചരിക്കുന്നു. പരേതയുടെ പാവന സ്മരണകൾക്ക് മുൻപിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.